ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽത്തി ആക്കി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഗ്ലോ ആക്കി വെക്കാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ. ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു പൈജാമ ഡ്രസ്സാണ്. ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി ഒന്ന് സുന്ദരിയായിട്ടിരിക്കാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഹോം മെയ്ഡ് ഫേഷ്യലുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റിലും. ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർ, അതേപോലെ ഒരുപാട് എക്സ്പെൻസീവായിട്ട് പൈസ മുടക്കി ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധാരണക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേഷ്യലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത്. വെറും 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അപ്പം ഞാനിവിടെ 1 സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേഷ്യൽ തൈര് കൊണ്ടുള്ളൊരു ഫേഷ്യലാണ്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് തൈര്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തേനാണ്. 1 സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിത് ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഫേസ് കഴുകുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്തെടുക്കാനായിട്ട്. അതായത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറ്റാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഞാനിത് ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രബിങ് ആണ്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ മൂക്കിന് സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി പോകാനായിട്ട് സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. അപ്പം ഞാൻ ഇതിലേക്ക് ഈ 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടി നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ്. 1 സ്പൂൺ കോഫി പൗഡറാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. 1 സ്പൂണാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ഞാൻ 1 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു തിക്ക് പേസ്റ്റിലാണ് നമുക്ക് കിട്ടേണ്ടത്.
അപ്പോൾ നമ്മുടെ സ്ക്രബിങ് ഇനി തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മളിത് അപ്ലൈ ചെയ്യുക. ആദ്യം നമ്മൾ മൊത്തത്തിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാർഡാക്കി പിടിച്ച് സ്ക്രബ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആയി പോവും. അപ്പം നമ്മൾ നിങ്ങളുടെ പിഗ്മെൻറ്റേഷനുള്ള സൈഡുകളിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡ്രൈനെസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിത് വാഷ് ചെയ്ത് വന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം നമ്മൾക്കിനി ഫേസ് പാക്ക് തയ്യാറാക്കാം. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. 1 സ്പൂൺ കോഫി പൗഡർ എടുക്കുക. കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞളാണ്. പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഇതിന് പകരം നിങ്ങൾക്ക് രക്തചന്ദനത്തിൻ്റെ പൊടി എടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ മഞ്ഞളാണ് ഞാൻ എടുക്കുന്നത്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ പാക്ക് ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് തന്നെയായിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ നന്നായിട്ടൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫേഷ്യൽ ചെയ്യാതെ തന്നെ വേണമെങ്കിൽ ഈ പാക്ക് തന്നെയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാക്കിനെ അപ്ലൈ ചെയ്ത് കാണിക്കാം. സൺ ടാന്, പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിൻ ഏറ്റവും നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു 2 ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡറും പച്ചമഞ്ഞളും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പാക്കാണ് ഇത്. നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാതെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നിടം വരെ വെക്കാം. ഒരു 20 മിനിറ്റ്സോളം വെക്കുക. അപ്പോൾ തന്നെ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. നമ്മൾ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്ന് കിട്ടും. നമ്മുടെ ഫേസിൽ ചുളികൾ മാറാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയി നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരുപാട് സ്റ്റെപ്സ് ഇല്ല, വെറും 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.